എല്ലാ കൂട്ടുകാർക്കും ജോക്കോണിലേക്ക് സ്വാഗതം. ഇന്നൊരു വ്യത്യസ്തമായ അച്ചാറാണ്. ഈന്തപ്പഴവും ചെറുനാരങ്ങയും ഉപയോഗിച്ചുണ്ടാക്കുന്ന അച്ചാറാണ്. വളരെ നല്ല ടേസ്റ്റാണ്. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. വ്യത്യസ്തമായ നല്ല മധുരവും പുളിയൊക്കെയായിട്ടുള്ളൊരു വളരെ നല്ലൊരു അച്ചാറാണ്. അതിനായിട്ട് ഞാൻ ഒരു 1/2 കിലോ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങ എടുക്കുമ്പോൾ നല്ല പഴുത്ത ചെറുനാരങ്ങ നോക്കി എടുക്കുക. അത് കഴുകി നല്ലപോലെ ഒരു കോട്ടൺ തുണി കൊണ്ട് തുടച്ച് വെള്ളമില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഇനി ഈന്തപ്പഴം ഒരു 1/2 കിലോയോളം ഈന്തപ്പഴം എടുത്തിട്ടുള്ളത്. ഈന്തപ്പഴം നല്ല ക്വാളിറ്റി ഈന്തപ്പഴമാണ്, കുറച്ച് വലിപ്പമുള്ള ഈന്തപ്പഴമാണ്. ഇതുപോലത്തെ ഈന്തപ്പഴം എടുക്കുമ്പോൾ ഉള്ള ഗുണം എന്താ വെച്ചാൽ ഇങ്ങനെ കുഴഞ്ഞു പോവില്ല. അച്ചാറിടുമ്പോൾ നമുക്ക് കുറച്ച് വേവിക്കുമല്ലോ, ആ സമയത്ത് ഈന്തപ്പഴം ഇങ്ങനെ ഉടഞ്ഞ് പോവില്ല. കുറച്ച് ഒരു ചെറിയൊരു കട്ടിയോട് കൂടിയിട്ട് നിൽക്കും. അപ്പോൾ കടിച്ച് കഴിക്കാനൊക്കെ ഒരു സുഖമായിരിക്കും. നമുക്കിനി ചെറുനാരങ്ങ നല്ലപോലെ കഴുകിയിട്ട് അത് ഒരു തുണി കൊണ്ട് തുടച്ചതിന് ശേഷം വെള്ളമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കതൊരു 8 കഷ്ണങ്ങളായിട്ട് മുറിക്കുക. അതായത് ചെറുനാരങ്ങ നെടുകെ പൊളിക്കുക, അത് കഴിഞ്ഞ് പിന്നെ അത് മുറിച്ച് അങ്ങനെ 8 കഷ്ണങ്ങളാക്കുക. 8 കഷ്ണങ്ങളാക്കിയ ചെറുനാരങ്ങയിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുക. കല്ലുപ്പാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. 5 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയാണ്. എല്ലാം ഒരു 60 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അത് ചെറുതായി അരിയുക. ഇഞ്ചി ചെറുതായി അരിയുക, പച്ചമുളക് വട്ടത്തിൽ അരിയുക. വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണെങ്കിൽ നമുക്ക് അരിയാം. ചെറുതാണെങ്കിൽ ചെറിയ വെളുത്തുള്ളിയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്കത് അതുപോലെ തന്നെ നമുക്ക് അച്ചാറിലേക്ക് ഇടാം. വലിയ അല്ലികളാണെങ്കിൽ മാത്രം വെളുത്തുള്ളി ഒന്ന് ചെറുതാക്കുക. ഇഞ്ചിയും പച്ചമുളകൊക്കെ ചെറുതാക്കി അരിയുക. ഈന്തപ്പഴം നമുക്ക് കുരു കളഞ്ഞ് ഇതേപോലെ ആക്കിയെടുക്കാം. ഒരു ചെറിയൊരു കത്തി കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തിയാൽ പൊളിച്ചെടുക്കുക, കുരു കളയുക, എന്നിട്ട് കീറി ഇതേപോലെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കാം. ഇനി നമുക്ക് അച്ചാർ വയ്ക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നല്ല കട്ടിയുള്ളൊരു ചീനച്ചട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കട്ടിയുള്ള നല്ല ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് 100 ഗ്രാം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിടുക. 1 സ്പൂൺ കടുകിടുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/2 സ്പൂൺ ഉലുവ കൂടി ഇടുക. ഉലുവ ആ കളർ ചേഞ്ചായി വരുമ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വയ്ക്കുക. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറി ചെറിയൊരു കളർ ചേഞ്ചൊക്കെ വരും. അതിന് ശേഷമാണ് നമുക്ക് മസാല ചേർക്കുക. കുറച്ച് കറിവേപ്പില ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. കറിവേപ്പില ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്, പച്ചമുളക് മാറിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 3 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി ഇട്ട് നല്ലപോലെ ഇളക്കുക. ആ സമയത്ത് വളരെ ആയിരിക്കണം. ഇതിപ്പോൾ അതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്, മുളക് പൊടിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ ഇടാം. ചെറുനാരങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഈന്തപ്പഴം ഇടുക. ഈന്തപ്പഴം ഇട്ടിട്ട് ഇളക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് മൂടി വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് മൂടി വയ്ക്കുക. അതിനുശേഷം അത് മൂടി തുറന്നിട്ട് നമ്മൾ ഒന്നുകൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈന്തപ്പഴം ഇട്ട ഉടനെ ഒന്നും ഇളക്കേണ്ട ആവശ്യമില്ല. അതും ചെറുനാരങ്ങ മേലെ കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് 3 മിനിറ്റിന് ശേഷം ഇളക്കുക. അതിന് ശേഷം ഒരു 3 മിനിറ്റ് കൂടി നമുക്ക് വേവിക്കുക. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ചേർത്ത് ഒരു 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് ഇളക്കി സ്റ്റവ് ഓഫ് ചെയ്യുക. വിനാഗിരി ചേർത്തിട്ട് പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. സ്റ്റവ് ഓഫ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തിയെടുക്കാം. ഇപ്പോൾ ഞാനത് ഫോട്ടോ എടുക്കാനായിട്ടാണ് ചീനച്ചട്ടിയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയത്. ഇങ്ങനെ എടുക്കുന്ന പാത്രങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണുകളും ചട്ടകളും എല്ലാം ഡ്രൈ ആയിരിക്കണം, വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഇനി നമുക്കതൊരു ചില്ല് കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കാം. നല്ലപോലെ അടച്ച് ഒരു 3 to 5 ഡേയ്സിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം ഒരു 5 ദിവസത്തിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോഴാണ് കൂടുതൽ നാൾ നിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ പൂപ്പലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, അത് സ്പൂണൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് അച്ചാർ കംപ്ലൈൻ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. ഇനിയും ആരെങ്കിലുമൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.
അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നല്ലപോലെ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, 5 ദിവസത്തിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഓക്കെ, ബൈ. മറ്റൊരു വീഡിയോയിൽ കാണാം.